ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ബികോമിൻ്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റി ബികോം ഫസ്റ്റ് സെമസ്റ്ററിലെ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറിലെ 10th യൂണിറ്റ് ആയിട്ടുള്ള ഓർഗനൈസിങ് എന്ന് പറയുന്ന യൂണിറ്റാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ആദ്യം നോക്കാനുള്ളത് എന്താണ് ഓർഗനൈസിങ് എന്നുള്ളതാണ്. ഓക്കെ, ഓർഗനൈസിങ് എന്ന് വെച്ചാൽ നമുക്കറിയാം മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഓർഗനൈസിങ്. ഓക്കെ, ഓർഗനൈസിങ് എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓർഗനൈസിങ് എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആക്ടിവിറ്റീസുകൾ, അതായത് പ്രവർത്തനങ്ങൾ എന്തെയാണ് ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അത് ക്ലാസിഫൈ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഓർഗനൈസേഷനിൽ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഓരോ വർക്കേഴ്സിനും നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള വർക്കേഴ്സ് അലോട്ട് ചെയ്ത് കൊടുക്കും. അതോടൊപ്പം തന്നെ അവിടെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള വർക്കേഴ്സിന് നമ്മൾ ഓരോ വർക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ അവർക്ക് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും കൂടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓർഗനൈസിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓർഗനൈസിങ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓർഗനൈസിങ്ങിൻ്റെ മറ്റൊരു വേർഡാണ് ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ക്ലാസിഫയിങ് എന്ന് പറയും. അതായത് ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്ത് കൊടുക്കുന്നതിനെയും നമ്മൾ ഓർഗനൈസിങ് എന്ന് വിളിക്കും. ആർക്കാണ് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്? അവിടെയുള്ള വർക്കേഴ്സിന്. അപ്പോൾ വർക്കേഴ്സിന് നമ്മൾ ആ ഒരു ഡിവൈഡ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുന്നതിനോടൊപ്പം ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും കൂടി നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു അതോറിറ്റിയും കൂടി നമ്മൾ എന്ത് ചെയ്യും, ഡിഫൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഓർഗനൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഓർഗനൈസേഷൻ പ്രോസസ്സിൻ്റെ 5 സ്റ്റെപ്സുകളാണ്. ഓക്കെ, ഏതൊക്കെയാണ് ആ ഒരു സ്റ്റെപ്സുകൾ? പ്രധാനമായിട്ടും 5 സ്റ്റെപ്സുകളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. സെക്കൻഡ് വൺ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. തേർഡ് വൺ അലോട്ട്മെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്. ദെൻ ഡെവലപ്പിംഗ് റിലേഷൻഷിപ്പ്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇൻറ്റഗ്രേഷൻ ഓഫ് ദീസ് ഗ്രൂപ്പ്സ് ഓഫ് ആക്ടിവിറ്റീസ്. ഓക്കെ, ഇങ്ങനെ 5 സ്റ്റെപ്സുകളാണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രോസസ്സിങ്ങിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്സ് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു ഓർഗനൈസേഷൻ പ്രോസസ്സിലെ ഒന്നാമത്തെ സ്റ്റേജ് അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഒരു ഓർഗനൈസേഷൻ പ്രോസസ്സിലെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ലക്ഷ്യം, അതായത് ഒബ്ജക്റ്റീവ്സ് നിർണ്ണയിക്കുക, ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കുറച്ച് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഓർഗനൈസേഷൻ ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു എ സർട്ടൻ ഒബ്ജക്റ്റീവ്സ്. അതായത് ഒരു സ്ഥാപനം എപ്പോഴും ഒരു ഒബ്ജക്റ്റീവ്, ഒരു ലക്ഷ്യവുമായിട്ട് എന്തായിരിക്കും, റിലേറ്റ് ചെയ്തിരിക്കുമെന്നാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് എന്താണ്? Therefore, it is essential for the management to identify objectives before starting any activity. ഏതൊരു ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുമ്പും ഒരു മാനേജ്മെൻറ്റ് എന്ത് ചെയ്തിരിക്കണം, ഒരു ഒബ്ജക്റ്റീവ്, ഒരു ലക്ഷ്യം ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഇറ്റ് വിൽ ഹെൽപ്പ് ദി മാനേജ്മെൻറ്റ് ഇൻ ദി ചോയ്സ് ഓഫ് മെറ്റീരിയൽസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് വിച്ച് ഇറ്റ് ക്യാൻ ബി അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. അങ്ങനെ അതായത് നമ്മൾ ഏതൊരു ആക്ടിവിറ്റി തുടങ്ങുകയാണെങ്കിലും അതിന് മുമ്പ് മാനേജ്മെൻറ്റ്, അവിടെയുള്ള മാനേജ്മെൻറ്റ് ഒരു ഒബ്ജക്റ്റീവ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. എന്തിനാണ് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് മുൻപ് തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഏതൊരു ആക്ടിവിറ്റി തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും അവിടെ മാനേജ്മെൻറ്റ് ആദ്യം ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് വെച്ചാൽ ആ ഒരു മാനേജ്മെൻറ്റിന് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ആ ഒരു ഒബ്ജക്റ്റീവിൻ്റെ ബേസിൽ എത്ര മെൻ ആൻഡ് മെറ്റീരിയൽ ആയിരിക്കണം നമ്മുടെ ബിസിനസ്സിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു മുൻകൂട്ടി ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഒബ്ജക്റ്റീവ് ആദ്യം സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓൾസോ സെർവ് ആസ് ദി ഗൈഡ് ലൈൻസ് ഫോർ ദി മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ്. ഓക്കെ, അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള മാനേജ്മെൻറ്റിനും വർക്കേഴ്സിനൊക്കെ ഒരു ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യാനും ഈ ഒരു ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഏതൊരു ആക്ടിവിറ്റി തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിലും അതിന് മുമ്പ് നമ്മൾ എന്ത് സെറ്റ് ചെയ്തിരിക്കണം, അവിടെയുള്ള മാനേജ്മെൻറ്റ് ഒരു ഒബ്ജക്റ്റീവ്, ഒരു ലക്ഷ്യം സെറ്റ് ചെയ്തിരിക്കണം എന്നാണ് ഫസ്റ്റ് സ്റ്റേജിൽ പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് എന്താണ്? ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. ഓക്കെ, അങ്ങനെ നമ്മളൊരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഒബ്ജക്റ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ ഗ്രൂപ്പിംഗ് ചെയ്ത് കൊടുക്കുക. ആർക്കാണ് ഗ്രൂപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നത്? അവിടെയുള്ള വർക്കേഴ്സിന്, അവിടെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള വർക്കേഴ്സിന് എന്ത് ചെയ്യുക, ഈ ഒരു ഒബ്ജക്റ്റീവിൻ്റെ ബേസിൽ ഉള്ള പ്രവർത്തനങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുകയും
അതുപോലെ തന്നെ അത് ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേജിൽ പ്രധാനമായിട്ട് വരുന്ന കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞു, ദെൻ സെക്കൻഡ് സ്റ്റേജ് പറഞ്ഞു, ദെൻ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ അലോട്ട്മെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ് ആണ്. അലോട്ട്മെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ് എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു. ഒബ്ജക്റ്റീവിന് ശേഷം അതിൻ്റെ ബേസിൽ നമ്മൾ ആക്ടിവിറ്റീസുകൾ എന്ത് ചെയ്തു? ഐഡൻറ്റിഫൈ ചെയ്തു, ഗ്രൂപ്പ് ചെയ്ത് കൊടുത്തു അവിടെയുള്ള വർക്കേഴ്സിന്. അപ്പോൾ അവിടെയുള്ള വർക്കേഴ്സിന് ഇങ്ങനെ ആക്ടിവിറ്റീസ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവർക്കുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അതോറിറ്റീസ് എന്നീ കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യണം? അവിടെയുള്ള മാനേജ്മെൻറ്റ് അവിടെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള വർക്കേഴ്സിന് അലോട്ട് ചെയ്ത് കൊടുക്കണം എന്നാണ് തേർഡ് സ്റ്റേജിൽ പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും ഈ ഒരു തേർഡ് സ്റ്റേജും ഓക്കെ ആണെന്ന് കരുതുന്നു. നാലാമത്തെ സ്റ്റേജിൽ എന്താണ് വരുന്നത്? ഡെവലപ്പിംഗ് റിലേഷൻഷിപ്പ്. ഓക്കെ, ഡെവലപ്പിംഗ് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് വർക്കേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു വർക്കേഴ്സിന് ഒരു റിലേഷൻഷിപ്പ് സ്ട്രക്ചർ അവിടെയുള്ള മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം? റെഡിയാക്കി കൊടുക്കണം. അത് മാനേജ്മെൻറ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഓരോ വർക്കേഴ്സും എന്താണ് പരസ്പരം ഏത് രീതിയിലാണ് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഫോമലാണോ ഇൻഫോമലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കേണ്ട ആ ഒരു റെസ്പോൺസിബിലിറ്റി, ആ ഒരു ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? അവിടെയുള്ള ആ ഒരു മാനേജ്മെൻറ്റിനാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഫോർത്ത് സ്റ്റേജിൽ പറയുന്നത്, ഡെവലപ്പിംഗ് റിലേഷൻഷിപ്പ്. ഓക്കെ, ദെൻ ലാസ്റ്റ് സ്റ്റേജിൽ വരുന്നത് ഇൻറ്റഗ്രേഷൻ ഓഫ് ദീസ് ഗ്രൂപ്പ്സ് ഓഫ് ആക്ടിവിറ്റീസ്. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു ആദ്യം ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഒബ്ജക്റ്റീവിൻ്റെ ബേസിൽ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. ആ ഒരു ആക്ടിവിറ്റീസ് നമ്മൾ പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് സെഗ്മെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഓരോ ഗ്രൂപ്പിനെയും സംയോജിപ്പിക്കുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ലാസ്റ്റ് സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തത് എന്തിനാണ്? ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓർഗനൈസേഷനിൽ വരുന്ന കംപ്ലീറ്റ് ആക്ടിവിറ്റീസുകളും ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഓർഗനൈസേഷൻ പ്രോസസ്സിൽ വരുന്ന 5 സ്റ്റേജുകൾ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തു, ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു. ദെൻ അതിനുശേഷം ആ ഒരു ഒബ്ജക്റ്റീവിൻ്റെ ബേസിൽ വരുന്ന ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ദെൻ ആ ഒരു ക്ലാസിഫൈ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെയുള്ള വർക്കേഴ്സിന് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ അവർക്ക് വരുന്ന ഡ്യൂട്ടീസ് കൂടി നമ്മൾ എന്ത് ചെയ്തു? അലോട്ട് ചെയ്ത് കൊടുത്തു. ദെൻ അവരുടെ റിലേഷൻഷിപ്പും ആ ഒരു കാര്യങ്ങളാണ് പറഞ്ഞത്. ദെൻ ലാസ്റ്റ് സ്റ്റേജിൽ കംപ്ലീറ്റ് അല്ലെങ്കിൽ എത്ര ആക്ടിവിറ്റീസ് ആണോ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു കംപ്ലീറ്റ് ആ ഒരു ആക്ടിവിറ്റീസുകളും ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ലാസ്റ്റ് സ്റ്റേജിൽ. ദെൻ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഓർഗനൈസേഷൻ്റെ പ്രോസസ്സിൽ ഉൾപ്പെടുന്ന 5 സ്റ്റേജസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളൊരു ഏരിയയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, നമ്മുടെ ഓർഗനൈസേഷന് പ്രധാനമായിട്ടും 14 പ്രിൻസിപ്പിൾസുകളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് വരുന്ന പ്രിൻസിപ്പിൾ എന്താണ്? യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്സ്. നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ മെയിനായിട്ട് വരുന്ന കാര്യം എന്താണ്? ആ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ആ ഒരു ഗോളാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഗോള് ആ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികൾക്കും ഫെമിലിയർ ആയിരിക്കണം, പരിചിതമായിരിക്കണം. എങ്കിൽ മാത്രമേ എല്ലാ വർക്കേഴ്സും ആ ഒരു സെറ്റ് ഓഫ് ഗോളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് രണ്ടാമതായിട്ട് വരുന്നത് എന്താണ്? ഡിവിഷൻ ഓഫ് വർക്ക് ആൻഡ് സ്പെഷ്യലൈസേഷൻ. ഈ ഒരു ഒബ്ജക്റ്റീവിൻ്റെ അണ്ടറിലായിരിക്കും നമ്മൾ ഓരോ ആക്ടിവിറ്റീസുകളും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുന്നത്? ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയുള്ള ആ ഒരു ഓർഗനൈസേഷനിൽ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വർക്കേഴ്സിനും നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു വർക്ക് എന്ത് ചെയ്ത് കൊടുക്കും? ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതാണ് സെക്കൻഡ് പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഓക്കെ, മൂന്നാമതായിട്ട് വരുന്നത് ഡിവിഷൻ ഓഫ് ജോബ്സ്. അതായത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്ത ഓരോ പ്രവർത്തനവും അവിടെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള വർക്കേഴ്സിന് എന്ത് ചെയ്യും? ആ ഒരു ജോബ് അല്ലെങ്കിൽ ആ ഒരു വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതാണ് ഡിവിഷൻ ഓഫ് ജോബ്സ്. ദെൻ ഫോർത്ത് പ്രിൻസിപ്പിളാണ് സെപ്പറേഷൻ ഓഫ് ലെയിൻ ആൻഡ് സ്റ്റാഫ് ഫങ്ഷൻസ്. അതായത് ഓരോ വർക്കേഴ്സിനും നമ്മളൊരു ഓരോ അതോറിറ്റി അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസുകൾ എന്ത് ചെയ്ത് കൊടുക്കും? ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതാണ് ലെയിൻ ആൻഡ് സ്റ്റാഫ് ഫങ്ഷൻസ്. 2 ഫങ്ഷനും നമ്മളത് ഓരോ വർക്കേഴ്സിനും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് സെപ്പറേഷൻ ഓഫ് ലെയിൻ ആൻഡ് സ്റ്റാഫ് ഫങ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്? ചെയിൻ ഓഫ് കമാൻഡ്. ഓക്കെ, ചെയിൻ ഓഫ് കമാൻഡ് എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനിൽ വരുന്ന അതോറിറ്റി നമ്മൾ
ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ടോപ്പ് ടു ബോട്ടം ആ ഒരു സ്ട്രക്ചറിലായിരിക്കും ആ ഒരു ഓർഗനൈസേഷനിലെ അതോറിറ്റി പാസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അതാണ് അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ചെയിൻ ഓഫ് കമാൻഡ്. ദെൻ ആറാമത്തെ എന്താണ് പാരിറ്റി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സിന് വരുന്ന അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി നമ്മൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും അവിടെയുള്ള വർക്കേഴ്സിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കും. അതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ. ദെൻ ഏഴാമതായിട്ട് വരുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് വെച്ചാൽ ഒരൊറ്റ ബോസ് ആയിരിക്കും അവിടെയുള്ള വർക്കേഴ്സിന് ഉണ്ടായിരിക്കുക. ആ ഒരു പെർട്ടിക്കുലർ ബോസിനായിരിക്കും ഇവർ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ദെൻ യൂണിറ്റി ഓഫ് ഡിറക്ഷൻ എന്ന് വെച്ചാൽ ഒരൊറ്റ ബോസ് അതുപോലെ തന്നെ ഒരൊറ്റ പ്ലാൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരൊറ്റ ബോസിനായിരിക്കും അല്ലെങ്കിൽ ആ ഒരൊറ്റ ബോസായിരിക്കും ബാക്കിയുള്ള സൂപ്പർവൈസേഴ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഡയറക്ഷൻസ് പാസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻസ്. ഒമ്പതാമത് വരുന്ന പ്രിൻസിപ്പിൾ എന്താണ് എക്സെപ്ഷണൽ പ്രിൻസിപ്പിൾസ്. ഓക്കെ, എക്സെപ്ഷണൽ പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ പ്രധാനമായിട്ട് 3 ലെവൽ ഓഫ് മാനേജ്മെൻ്റ് ആണല്ലേ ഉള്ളത്, ടോപ്പ് അതുപോലെ തന്നെ മിഡിൽ ബോട്ടം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പ് അല്ലെങ്കിൽ ഹയർ ലെവൽ ഓഫ് മാനേജ്മെൻറ്റിന് എക്സെപ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, സജസ്റ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. ബാക്കിയുള്ള സില്ലി മാറ്റേഴ്സുകളെല്ലാം അതിൻ്റെ അണ്ടറിൽ വരുന്ന മിഡിൽ ആൻഡ് ലോവർ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും അത്തരത്തിലുള്ള പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നുണ്ടായിരിക്കും. എക്സെപ്ഷണൽ കേസുകൾ മാത്രമായിരിക്കും നമ്മൾ ഹയർ ലെവൽ ഓഫ് മാനേജ്മെൻറ്റിന് പാസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ദെൻ 10th പ്രിൻസിപ്പിൾ ആണ് സ്പാൻ ഓഫ് ഓണർഷിപ്പ്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ബാലൻസ്. ദെൻ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, കാരണം കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ അവിടെ നല്ല ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 13ാമത്തെ പ്രിൻസിപ്പിളാണ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ബിസിനസ്സിൻ്റെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ആ ഒരു നാച്ചർ ഓഫ് എൻവിയോൺമെൻറ്റ്. അപ്പോൾ എൻവിയോൺമെൻറ്റിൽ വരുന്ന ഓരോ ചേഞ്ചസുകളും നമ്മുടെ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നറിയാം. അപ്പോൾ ആ ഒരു ചേഞ്ചിനനുസരിച്ച് നമ്മുടെ ബിസിനസ്സിനും എന്ത് ചെയ്യാൻ പറ്റണം, അഡാപ്റ്റ് ആവാൻ പറ്റിയിരിക്കണം. അതാണ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ ലാസ്റ്റ് പ്രിൻസിപ്പിളാണ് കണ്ടിന്യൂറ്റി. ഒരു ബിസിനസ് എന്താണ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് ഉണ്ടായിരിക്കേണ്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലോങ് ടേം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ലോങ് ടൈം എക്സിസ്റ്റൻസ് ആയിരിക്കണം ഒരു ബിസിനസ്സിന് ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് കണ്ടിന്യൂറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ 14 പ്രിൻസിപ്പിൾസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു യൂണിറ്റിലെ ലാസ്റ്റ് പോർഷനാണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ ഡിഫറൻസുകളാണ്. ഓക്കെ, അപ്പോൾ ഒരു ഫോർമൽ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അവിടെയുള്ള മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ അണ്ടറിലോ അല്ലെങ്കിൽ മാനേജേഴ്സിൻ്റെ കോൺഷ്യസ് മൈൻഡിൻ്റെ ബേസിലോ ആയിരിക്കും. ഓക്കെ, എന്നാൽ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ വോളണ്ടറി ആയിട്ടായിരിക്കും സ്വമേധയോ ആയിട്ടായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു ഫോർമൽ ഓർഗനൈസേഷൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ്, അവർക്കൊരു വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ നമ്മുടെ ഇൻഫോർമൽ ഓർഗനൈസേഷന് ഒരു സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഇൻഫോർമൽ ഓർഗനൈസേഷൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇവരുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ ഓഫ് മെമ്പേഴ്സ് എന്നൊക്കെയായിരിക്കും. ദെൻ മൂന്നാമത് വരുന്ന ഡിഫറൻസ് എന്താണ്, സെയിൽസ് ഈസ് ലാർജ്. ഫോർമൽ ഓർഗനൈസേഷൻ്റെ സെയിൽസ് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും, എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെത് സ്മോൾ ആയിരിക്കും. ഓക്കെ, ദെൻ ഫോർത്ത് ഡിഫറൻസ് എന്താണ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഒരു ഫോർമൽ ഓർഗനൈസേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയിരിക്കും, എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അവിടെയുള്ള മെമ്പേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഓക്കെ, ദെൻ ലാസ്റ്റ് ഡിഫറൻസ് ആണ് ഫോളോ ഓഫ് ഒഫീഷ്യൽ ചെയിൻ ഓഫ് കമാൻഡ്. ഒരു ഫോർമൽ ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്ന ചെയിൻ ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ ആയിരിക്കും, എന്നാൽ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്നത് അൺഒഫീഷ്യൽ ചെയിൻ ഓഫ് കമാൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഡിഫറൻസ് ആണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷന് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോർഷൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താണ് ഓർഗനൈസേഷൻ്റെ 5 സ്റ്റെപ്സുകൾ, ദെൻ 14 പ്രിൻസിപ്പിൾസ്, ദെൻ ലാസ്റ്റ് എടുത്ത ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.